അല്ല സർ, വിശ്വാസ്യതയല്ല എന്നുള്ളതാണ് ഈ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1500 രൂപ മാസം കറണ്ട് കാശ് അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ 1500 രൂപ മാത്രം ഇഎംഐ, അല്ലെങ്കിൽ 3000 രൂപ ഒരു മാസം കറണ്ട് കാശ് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ആ 3000 രൂപ ബാങ്ക് KCBയിൽ അടയ്ക്കുന്നതിന് പകരം ബാങ്കിൽ അടച്ചാൽ മതി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇതിന് ആദ്യം മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഹ്യൂജ് സബ്സിഡിയൊക്കെ ഉണ്ടായിട്ടും ഇതിന് ആളുകൾ മടിക്കുന്നത് ഇതിൻ്റെ ഒരു വിശ്വാസ്യതയുടെ ഭാഗമൊന്നുമില്ല. വിശ്വാസ്യത എന്നുള്ളതൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞു. കാരണം ഇപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കൊച്ചിൻ എയർപോർട്ട് തന്നെ പൂർണ്ണമായി സോളാർവൽക്കരിപ്പിച്ചു വിട്ടു. ഇപ്പോൾ തൃപ്പൂണിത്തുറ തന്നെ മിൽമ പൂർണ്ണമായി സോളാർവൽക്കരിച്ചു. വലിയ വലിയ ആശുപത്രികളെല്ലാം സോളാർ. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നാടാണല്ലോ, പ്രത്യേകിച്ചും കേരളം. അതുകൊണ്ട് ഈ സോളാർ ഇൻസ്റ്റലേഷൻസ് PM സൂര്യഘർ യോജന എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ കേരളം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത് ഗുജറാത്ത് മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്ര പോലും നമ്മുടെ പറയില്ല. ഉത്തർപ്രദേശ് പോലെയുള്ള വലിയ സംസ്ഥാനങ്ങൾ പോലും 5ാം സ്ഥാനത്ത് മാത്രം നീങ്ങും. അപ്പോൾ കേരളം സ്വാഭാവികമായും ഈ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഒരു സ്വാഭാവികമായി കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫൊക്കെ വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ട് അത്ര ഒരു നല്ല അവസ്ഥയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് സാധാരണക്കാർക്ക് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ തടസ്സമുണ്ടാകുന്നത്. അതിപ്പോൾ ഇതുപോലെ ബാങ്കുകളെല്ലാം തയ്യാറെടുത്തോടുകൂടി വളരെയേറെ സാധ്യത മുന്നിൽ കാണുന്നൊരു സംവിധാനമാണിത്.